ശ്രീ ഗോപകുമാർ, ഈ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനെത്തിയ സോണിയാഗാന്ധിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും മമതാ ബാനർജിയുമായിട്ടുള്ള ആലിംഗനം അത് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. പലരും വിചിത്രമായ തരത്തിലുള്ള അടിക്കുറിപ്പുകളും എഴുതിയിട്ടുണ്ട്. ആ ആശ്ലേഷണത്തിന് പിന്നിൽ എന്തെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും? ഈ ആശ്ലേഷം നമ്മുടെ മഹാഭാരതത്തിലൊരു പ്രയോഗമുണ്ടല്ലോ, ധൃതരാഷ്ട്രാലിംഗനം. ഇതിനകത്ത് ധൃതരാഷ്ട്ര ആരാണെന്ന് എനിക്കറിയില്ല, എന്നാലും അതിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് സോണിയാഗാന്ധിയും മമതാ ബാനർജിയും ആശ്ലേഷിച്ചാൽ, സന്തോഷിച്ചാൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടാകും. എനിക്ക് പ്രതീക്ഷയില്ല. ഒരു ചെറിയ കാര്യം പറയാം. മമത കോൺഗ്രസ്സുകാരിയായിരുന്നല്ലോ. അതെ, കോൺഗ്രസ്സുകാരിയായിരുന്ന മമത കോൺഗ്രസ്സുകാരിയായി തുടർന്നിരുന്നു എങ്കിൽ ഒരിക്കലും ബംഗാൾ ഭരിക്കാൻ കഴിയുമായിരുന്നില്ല. വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് അവിടെ വരുമായിരുന്നു. മമതയ്ക്ക് ബംഗാൾ ഭരിക്കാൻ കഴിഞ്ഞത് സോണിയാഗാന്ധിയുടെ തലപ്പത്തുള്ള കോൺഗ്രസ് വിട്ടതുകൊണ്ടാണ്. കോൺഗ്രസ് വിട്ടില്ലാതെ എങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇപ്പം സോണിയ ആശ്ലേഷിക്കുന്നു. മമത അവിടെ തുടർന്നായിരുന്നെങ്കിൽ സോണിയ മമതയെ മൈൻഡ് ചെയ്യുക പോലും ചെയ്യുമായിരുന്നില്ല. കരുണാകരന് കേരളത്തിലെ മുഖ്യമന്ത്രിയും സീനിയർ കോൺഗ്രസ് നേതാവുമായിരുന്നില്ല. അദ്ദേഹം ഡിക്കുണ്ടാക്കിയിട്ട് അദ്ദേഹം നിരുപാധികം കീഴടങ്ങി തിരിച്ച് ചെന്നിട്ട് നമ്പർ 10 സഫ്ദർജംഗ് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ ദില്ലിയിലെ കടുത്ത തണുപ്പ് കാലത്ത് ഒരു കരിമ്പടവും പുതച്ച് ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുന്ന ചിത്രം ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം നിന്നിട്ട് കാണാൻ അനുവദിച്ചില്ല. ഇതാണ് സോണിയാഗാന്ധി. നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിലെ ഏറ്റവും സീനിയർ മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും ബുദ്ധിമാനും തന്ത്രശാലിയും ആയ ആളായിരുന്നു പിന്നെ നരസിംഹറാവു. ആന്ധ്രയിൽ നിന്ന് വന്ന നരസിംഹറാവു ദില്ലിയിൽ വന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ നരസിംഹറാവു ശ്രമിച്ചാലല്ലോ, അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടൊന്ന് പ്രധാനമന്ത്രിയാക്കിയില്ല. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് കരുണാകരനാണ്. അപ്പം നരസിംഹറാവു ദിവസവും പോയി സോണിയാഗാന്ധിയെ മുഖം കാണിക്കാഞ്ഞതുകൊണ്ടും സോണിയ ബ്രിഗേഡിലെ ഒരു അംഗമായി അദ്ദേഹം മാറാതിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? വേറെ തെറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. നരസിംഹറാവു മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം AICC ഓഫീസിൽ ദർശനത്തിന് വയ്ക്കാൻ സോണിയാഗാന്ധി സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ദില്ലിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിച്ചില്ല. അന്ന് രാജശേഖർ റെഡ്ഡി, ആന്ധ്രയിലെ രാജശേഖർ റെഡ്ഡിയോട് വിളിച്ചു പറഞ്ഞ് വളരെ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി ആന്ധ്രയിൽ എവിടെയോ സംസ്കരിച്ചു എന്ന് മാത്രമല്ല, ഈ ശവസംസ്കാരം തീരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് കൊണ്ട് ശവശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പട്ടി കടിച്ചെടുക്കുന്ന ചിത്രം പോലും ആ കാലഘട്ടത്തിലെ മാധ്യമങ്ങളിൽ വന്നു. അതായിരുന്നു നരസിംഹറാവുവിൻ്റെ അന്ത്യം. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധി ആശ്ലേഷിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മമത കോൺഗ്രസിൽ തുടർന്നായിരുന്നെങ്കിൽ ഈ നരസിംഹറാവുവിൻ്റെ ഗതി വരുമായിരുന്നു. അല്ല വേറെ എന്ത് ഗതിയാണ് വരാൻ പോണത്? മമത രക്ഷപ്പെട്ടത് കോൺഗ്രസ് വിട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ മമത ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. ശരത് പവാർ രക്ഷപ്പെട്ടത് കോൺഗ്രസ് വിട്ടത് കൊണ്ടാണ്. സാങ്മ രക്ഷപ്പെട്ടത് കോൺഗ്രസ് വിട്ടത് കൊണ്ടാണ്. എന്തിനു പറയുന്നു, നമ്മുടെ മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ രക്ഷപ്പെട്ടത്, ജഗജീവൻ റാമുണ്ട്, ബഹുഗുണയുണ്ട്, നന്ദിനി സത്പതി അല്ലേ, ഉണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടു പോയത് കോൺഗ്രസ് വിട്ടത് കൊണ്ടാണ്. മമത രക്ഷപ്പെട്ടതും ഇത്തരം ഒരു ആലിംഗനത്തിൽ സ്ഥിരമായി നിൽക്കാതെ രക്ഷപ്പെട്ടു പോയതുകൊണ്ടാണ്. അപ്പം സോണിയാഗാന്ധി മമതയെ ആലിംഗനം ചെയ്തു. ഇനിയും ബംഗാളിലൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് 5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. വലിയ മാറ്റങ്ങൾ അവിടെ ഒരു മാറ്റം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. തൃണമൂല വംശനാശം വന്ന് പോകുന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ആലിംഗനത്തിൽ വലിയ കാര്യമില്ല. കാരണം പ്രതിപക്ഷ കക്ഷികൾക്ക് 23 പ്രതിപക്ഷ കക്ഷികളുടെ യോഗമാണ് ദില്ലിയിലെ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ക്ലബിൽ കൂടിയത്. ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ഓഡിറ്റോറിയമാണല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ക്ലബ്ബ്, അവിടെ കൂടിയത്. അപ്പോൾ ഈ 23 പ്രാദേശിക കക്ഷികളിൽ എത്ര പ്രാദേശിക കക്ഷികൾക്ക് ജനപിന്തുണയുണ്ട്? ഇതിലേതൊക്കെ പ്രാദേശിക കക്ഷികളുടെ സഹായത്താൽ കോൺഗ്രസ്സിന് ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കാൻ കഴിയും? ഇപ്പോൾ ഉദാഹരണത്തിന് അഖിലേഷ് യാദവ് അതിനകത്ത് വന്ന ഒരാളാണ്. UP-യിൽ അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോകണം. അഖിലേഷ് യാദവ് കോൺഗ്രസ്സിന് എത്ര സീറ്റ് കൊടുക്കും? ബീഹാറിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ പോലും
തേജസ്വി യാദവ് എത്ര സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കും? ഈ പങ്കെടുത്ത മമതയെ പിന്നെ സോണിയാഗാന്ധിയോ മമതയോ ആശ്ലേഷിച്ച യോഗത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 23 രാഷ്ട്രീയ പാർട്ടികളിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു, CPIയും CPM. CPMൻ്റെ പ്രതി ബ്രിട്ടാസ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പിണറായി വിജയനെതിരെ നടത്തിയ പ്രസംഗം ശരിയായിരുന്നില്ല, പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചത് ശരിയായിരുന്നില്ല, പിണറായിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നല്ലേ പറഞ്ഞത്. പിണറായിക്ക് അനുകൂലമായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ചിരുന്നു എങ്കിൽ കേരളത്തിലെ എത്ര സീറ്റ് കിട്ടുമായിരുന്നു കോൺഗ്രസ്സുകാർക്ക്? 102 സീറ്റ് കിട്ടിയത് പിണറായി വിജയനെ എതിർത്തത് കൊണ്ടല്ലേ. എന്നിട്ട് രാഹുൽ ഗാന്ധി അതിനെന്താ മറുപടി പറഞ്ഞത്? ഇനി ഞാൻ തെറ്റ് വരുത്താതെ ശ്രദ്ധിച്ചോളാം, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താം. എന്തിനാണ് തിരുത്തുന്നത്? 102 സീറ്റ് കേരള അസംബ്ലിയിൽ കിട്ടിയത് പിണറായിയുടെ ഗവൺമെൻറ്റിനെ എതിർത്ത പാർട്ടിക്ക് കിട്ടിയതാണല്ല, കോൺഗ്രസിന് UDFൻ്റെ മികവ് കൊണ്ടോ അല്ലെ ഈ പിന്നെ UPA സഖ്യത്തിൻ്റെ മികവ് കൊണ്ടോ കിട്ടിയതല്ലല്ലോ. അപ്പം രാഹുൽ ഗാന്ധിക്ക് അതേ ഒരു പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരിക്കും, എങ്കിലും അവസാനം അതിൻ്റെ കുറ്റസമ്മതത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടിയുടെ നിലപാടെന്താണ്? പാർട്ടി കേഡർ പിണറായി വിജയനെതിരല്ലേ. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നും അവരാവശ്യപ്പെട്ടിരിക്കുക. പോളിറ്റ് ബ്യൂറോ അല്ല, പോളിറ്റ് ബ്യൂറോ ഒക്കെ ജനവുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനവുമായിട്ടെന്ത് ബന്ധമാണ്? ജനങ്ങളുമായിട്ട് ബന്ധമുള്ളത് ഏരിയ കമ്മിറ്റിക്ക് താഴോട്ടേ ഉള്ളൂ, ജില്ലാ കമ്മിറ്റിക്ക് പോലും കാര്യമായിട്ടില്ല, ഏരിയ കമ്മിറ്റിക്ക് താഴോട്ടേ ഉള്ളൂ. അവരെല്ലാം അഭിപ്രായപ്പെടുന്നത് പിണറായി വിജയൻ ഒഴിയണമെന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേഡർ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം ഒഴിയണമെന്ന് പറയുന്നു. ആ പിണറായിക്കെതിരെ താൻ പ്രസംഗിച്ചത് തെറ്റാണ് എന്ന് രാഹുൽ ഗാന്ധി കുമ്പസാരം നടത്തുന്നു. ഇതല്ലേ സംഭവിച്ചൊന്ന്. മറ്റൊന്ന് CPI ആണ്. കഴിഞ്ഞ ദിവസം CPIയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന കൊല്ലമാണ്. കൊല്ലത്ത് പൊളിഞ്ഞ് പാളീസായിപ്പോയി, പരിപൂർണമായിട്ട് തകർന്നു പോയി. പുനലൂരും ചടയമംഗലവും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, കൊല്ലം ജില്ലാ പിന്നെ CPIയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായ ചർച്ച വളരെ വേഗം ബിനോയ് വിശ്വം ഒഴിയണം എന്നാണ്. ബിനോയ് വിശ്വം കഴിവ് കെട്ടൊരു പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് CPIയുടെ കേഡർ ആവശ്യപ്പെടുന്നത്. അപ്പം പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന CPIക്ക് അവരുടെ കേഡറിനെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ? CPMന് അവരുടെ കേഡറിനെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് 23 പ്രതിപക്ഷ പാർട്ടികളിൽ പല പാർട്ടികൾക്കും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 23 പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നാണ് കേരളത്തിലെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്. ശ്രീ ജോസ് കെ മാണിയും അവിടെ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് കേരള നിയമസഭയിൽ ഒരംഗം പോലും ഉണ്ടായിരുന്നില്ല. ഇനിയും ഈ ക്രൈസ്തവരുടെ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ക്രൈസ്തവ മേഖലയിലൊക്കെ അവരുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയില്ലേ? എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്? അവർ ചിന്തിക്കണ്ടേ? അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് പിന്നെ ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ RJDക്ക് സംഭവിച്ചത്? തോറ്റു തുന്നാൻ പാടിയില്ലേ? ലാലു പ്രസാദിൻ്റെ മക്കൾ തന്നെ അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞില്ലേ? തേജസ്വി യാദവിൻ്റെ സഹോദരി അല്ലയോ പിന്നെ സഹോദരനെയും അച്ഛനെയും തള്ളി പറഞ്ഞത്. അഖിലേഷ് യാദവിന് അടുത്ത UP തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് പിടിക്കാൻ കഴിയും? ഇത് 23 പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് നിന്ന് NDAക്കെതിരെ ഒരു പോർമുഖം തുറക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് പരസ്പരം തമ്മിത്തല്ലുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ താൽക്കാലികമായി തട്ടിക്കൂട്ടിയൊരു സംവിധാനം മാത്രമാണിത്. മമത ജയിച്ചിരുന്നെങ്കിൽ മമത ഈ സമ്മേളനത്തിന് എത്തുമായിരുന്നു. മമതയ്ക്ക് ഈ ഗതികേട് വന്നില്ലായിരുന്നെങ്കിൽ അവരിവിടെ എത്തുമായിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി ശരിക്കും പറഞ്ഞാൽ അത്ര ശക്തമായിട്ടൊന്നും പോകില്ല എന്നർത്ഥം. എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയൂ. ശ്രീ വിജയനാഥൻ അറിയാമല്ലോ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെക്കുറിച്ചും അവരുടെ സ്വാധീനത്തെക്കുറിച്ചും. കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിൽ അവർ പറയുന്നുണ്ട് ഇനിയും ഒന്നുകൂടെ ശക്തമാകുകയാണ്, 2 മാസത്തിലൊരിക്കൽ യോഗം കൂടും എന്നൊക്കെയാണ്. അത് ശരി, യോഗം കൂടാം. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് ചവനപ്രാവശ്യം കൊടുത്ത് എണ്ണിച്ച് പറ്റുമോ? അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അവിടോട്ട് പോയത്. വേറെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ടാണ് പോയത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് ചവനപ്രാവശ്യം കൊടുത്ത് പരിഹരിക്കാനാണ് ഇവർ നോക്കുന്നത്. അതെങ്ങും എത്താൻ പോകുന്നില്ല. ഈ പ്രതിപക്ഷ ഐക്യം ആദ്യം വേണ്ടത് അവരുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുകയാണ്. അത് ചെയ്യാത്തടത്തോളം കാലം 23 കക്ഷികൾ അവിടെ കൂടിയിരുന്നാൽ ഒരു കൂട്ടക്കരച്ചിലുണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷ ഐക്യം മമതാ ബാനർജിയും
അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ആശ്ലേഷം ചെയ്താൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാനും പറ്റില്ല, അതിന് ജനപിന്തുണ നേടാനും പറ്റില്ല. ഒന്നും ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങുക, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുക. അതല്ലാതെ ഇതുകൊണ്ട് ഇത്തരം ഗിമിക്സുകൾ കൊണ്ട് കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.